നടന്നോ? ടാറ്റ ടാറ്റ പറയും. ഒരു ഫ്ലൈങ്കി തരുമോ? ഹലോ. അപ്പോൾ ഉണ്ണിയാവ് വന്ന ശേഷമുള്ള നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുളിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പൂട്ടനൊക്കെ നല്ല ഉറക്കമാണ്. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് സ്റ്റിച്ച് പൊട്ടിയോണ്ട് തന്നെ നമുക്ക് മഞ്ഞളും എണ്ണയും തേച്ചില്ല കുളി നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തലയിൽ മാത്രം എണ്ണ തേച്ച് കുളിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴേക്കും അപ്പൂട്ടൻ എണീറ്റ് വന്നിട്ട് അവൻ്റെ കട്ടയുടെ മുകളിൽ കളി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നേരെ അവന് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇഡ്ഡലിയും ചട്നിയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ യുദ്ധം തന്നെയാണ് അവന് ഭക്ഷണം കൊടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ ചെറിയ ആളുടെ കാര്യം അമ്മയാണ് നോക്കുന്നത്. അമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടക്കുന്നുണ്ട്. ആൾ നല്ല കരച്ചിലായി നോക്കുമ്പോൾ. അപ്പോൾ ഇവൻ്റെ പിന്നാലെ നടക്കുന്നതാണ് ഇപ്പോഴത്തെ മെയിൻ പരിപാടി. എന്ത് കാട്ടിയാലും ഭക്ഷണം കഴിക്കില്ല. അപ്പോൾ ടി വിയിലാണെന്നുണ്ടെങ്കിൽ ആനിമൽ പ്ലാനറ്റൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഭക്ഷണം കഴിക്കാറുള്ളത്. മുന്നേ ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറമ്പിൽ കൂടെയൊക്കെ നടന്നിട്ടാണ് കഴിക്കുക. ഇപ്പോൾ ഈ പാമ്പിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ ഇത് പറയണേട്ട് നോക്കുമ്പോൾ ആകെ പേടി കാരണം കൊണ്ട് ഇപ്പോൾ അകത്തിരുത്തിയിട്ട് ആനിമൽ പ്ലാനറ്റിൻ്റെ മുന്നിൽ ഇരുത്തിയിട്ടാണ് കഴിക്കൽ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ്റെ അമ്മയാണ് കേട്ടോ അത്. ഏട്ടൻ്റെ അമ്മ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ അടുത്ത് ഓരോ വർത്തമാനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയാണ് അവനുണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അതിൻ്റെ ഇടയിൽ കൂടെ തുപ്പലും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മ വന്ന് നോക്കുമ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നുള്ളതൊക്കെ വർത്തമാനം പറയാൻ വേണ്ടിയിട്ട് അമ്മയും വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ചെറിയ ആളേനെ അവിടെ സൈഡാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ്റെ ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞ് നോക്കുമ്പോൾ അമ്മ അവനെ നേരെ എടുത്ത് കുളിക്കാൻ കൊണ്ടുപോയിട്ടുണ്ട്. ഇനിയാണ് എൻ്റെ ഭക്ഷണം കഴിക്കൽ. ഒരു നേരം വേണം അവന് കൊടുക്കാൻ. അത് കഴിഞ്ഞ് നല്ല വൈകിട്ടാണ് എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാനും ഏകദേശം ടി വി ഒക്കെ കണ്ട് ഒന്ന് സെറ്റിലൊക്കെ ഇരുന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും ഞാൻ വേഗം ആളുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്യാനായിട്ട് പോയിട്ടോ. കാരണം അംഗനവാടിക്കൊക്കെ വിടാനുണ്ട്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കൊള്ളിവറവ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ അവർക്ക് 11 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഫുഡ് കൊടുക്കാൻ ഈ സ്നാക്സ് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ ഞാൻ അവന് ഈ കൊള്ളി വറുത്തതാണ് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് വെള്ളവും ഒക്കെ കൊടുത്തു വിടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വേഗം ബാഗിൽ പാക്ക് ചെയ്ത് വെച്ചു. അവിടെ അമ്മയും അവനും തമ്മിലൊരു യുദ്ധം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. ഫോണും കൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ അതിൻ്റെ പറഞ്ഞിട്ടാവും അടുത്ത ലഹള. അത് കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും പോവാഞ്ഞതാണ്. അപ്പോൾ അവൻ്റെയൊക്കെ വേഗം പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചു. അമ്മ വന്നിട്ട് അവനെ മേക്കപ്പ് ചെയ്യലും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഉണ്ണിവാവനെ ഉറക്കാനുള്ള പരിപാടിയിലാണ്. ഉണ്ണിവാവനെ വിട്ടു പോകാൻ ഭയങ്കര സങ്കടമാണ് കേട്ടോ മൂപ്പർക്ക്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ആൾ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബാഗൊക്കെ തൂക്കിയിട്ട് വലിയ കാര്യത്തിൽ പോകണതാണ്. ഇപ്പോൾ തന്നേക്കാണ് പോകാമെന്നല്ലേ തോന്നുക. ആൾ പോണത് അച്ഛമ്മയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അച്ഛമ്മയോടെ ഇനി പോയി പ്രസൻറ്റ് പറഞ്ഞ് അവിടെ ഇരുന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ആൾ അംഗനവാടിക്ക് പോകുള്ളൂ. അപ്പോൾ പുഴുവിൻ്റെ അടുത്തൊക്കെ ടാറ്റ പറയുകയാണ്. ഈ പുഴുവിനെയൊക്കെ കാണിച്ചിട്ടാണ് പണ്ട് അവന് ഞാൻ ഫുഡൊക്കെ കൊടുത്തായിരുന്നത്. ആളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ആ പുഴു. അപ്പോൾ നേരെ അപ്പുറത്തേക്ക് അച്ഛമ്മയുടെ വീട്ടിലേക്ക് നടക്കുകയാണ്. ജസ്റ്റ് ഒരേ പറമ്പിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ 2 വീടും ഉള്ളത്. അപ്പോൾ അത് കാരണം കൊണ്ട് അവിടെ ആദ്യം കൊണ്ടാക്കി പിന്നെ അച്ഛമ്മയാണ് അവനെ അംഗനവാടിക്ക് വിടുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോഴാണ് ചെറിയ ആളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഇരിക്കാറുള്ളത്. അവനെ പറഞ്ഞു വിടാണ്ട് ഇതിനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ സമ്മതിക്കില്ല. അപ്പം നേരെ അമ്മ അവനെ എണ്ണ തേപ്പിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനിവിടെ വയമ്പ് ചന്ദന രുദ്രാക്ഷ അതൊക്കെ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ അവനെ കുളിപ്പിക്കാൻ പോയി നോക്കുമ്പോൾ ഞാൻ മൊത്തത്തിലൊന്ന് വൃത്തിയാക്കാനിരുന്നു. കാരണം അപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും ഇങ്ങനെ പരത്തിയിടും. അവൻ കളിച്ചില്ലെങ്കിലും ആകെ പരത്തിയിട്ടിട്ടാണ് നടക്കാറുള്ളത്. അപ്പം ഞാൻ വേഗം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി. അപ്പോഴേക്കും അമ്മ വന്നിട്ടുണ്ടായിരുന്നു അവനെ കുളിപ്പിച്ചിട്ട്. അപ്പോൾ പിന്നെ അവൻ്റെ മരുന്ന് കൊടുക്കാൻ വിറ്റാമിൻ്റെ ഡ്രോപ്സൊക്കെ കൊടുക്കാനുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കൊടുക്കുന്ന കാര്യങ്ങൾക്കൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ വൈമ്പും ചന്ദനമൊക്കെ അരച്ച് വെച്ചിട്ടുള്ളത് അവന് പൊട്ടുകുത്തി കൊടുക്കാനും അതേപോലെ തന്നെ കുറച്ച് വായയിലും കൊടുക്കും കേട്ടോ. അതേപോലെ മേലൊക്കെ വെച്ച് തേച്ച് കൊടുക്കുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പിന്നെ നേരെ പാല് കൊടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ്റെ മേക്കപ്പിന് ഇറങ്ങിക്കാണ്. തീരെ സമ്മതിക്കില്ല കേട്ടോ. ഇവനാണെങ്കിലും അപ്പുവാണെങ്കിലും മേക്കപ്പ് തീരെ ഇഷ്ടമല്ലാത്തവരാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിടത്തി ഉറക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചിട്ടുള്ള തൊട്ടിലാണ് കേട്ടോ. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൂനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ മറ്റേ ടൈപ്പ് തൊട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ കിടത്തുമ്പോൾ തീരെ കുട്ടികൾ കിടന്നിരുന്നില്ല. പക്ഷേ ഇതിലാവുമ്പോൾ ഇവൻ നന്നായി കിടക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കൊതുകുകളിയും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നല്ല സൗകര്യമായിട്ട് എനിക്ക് തോന്നി മറ്റേ ടൈപ്പ് തൊട്ടിലിനെക്കാട്ടിലും. അപ്പോൾ പിന്നെ അങ്ങനെ ആളേനെ ആട്ടി ഉറക്കുന്ന പരിപാടിയിലാണ്. കുറേ നേരം ഇരുന്ന് ആട്ടി കുറേ പാട്ടൊക്കെ പാടിയിട്ടൊക്കെയാണ് ആൾ ഉറങ്ങുള്ളൂ. അപ്പോൾ അങ്ങനെ ആളേനെ ഉറക്കി കഴിഞ്ഞാൽ കുറച്ച് നേരം ആൾ അങ്ങനെ കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ പിന്നെ നേരെ മീൻകറി വെക്കാനുള്ള പരിപാടിക്കാണ്. അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ എനിക്ക് മാങ്ങ അരിഞ്ഞ് തരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ നല്ല മാവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ പുളിമാങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നേരെ മീൻകറി വെക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മീനൊക്കെ ഇന്നലെ തന്നെ നേരാക്കി വെച്ചിട്ടുള്ള കാരണം കൊണ്ട് ഇന്ന് കറി വെക്കേ വേണ്ടിയിരുന്നുള്ളൂ. ചൂടായിരുന്നു കേട്ടോ മീൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനൊരു ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എൻ്റെ കത്തിയും ഈ കൊട്ടത്തേങ്ങയും കൂടിയിട്ടൊരു യുദ്ധമായിരുന്നു. ഞാനോ നീയോ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടും കൂടി നിന്നായിരുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം അരിഞ്ഞൊക്കെ നിന്നു. പിന്നെ എനിക്ക് മടി മൂത്ത കാരണം കൊണ്ട് ഞാൻ അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഞാൻ ഫുഡ് കഴിക്കാൻ നിന്ന് നോക്കുമ്പോൾ കടലപ്പേരി ഉണ്ടായിരുന്നു ഇന്നലത്തെ. പിന്നെ മീൻ കറിയായിരുന്നു. അപ്പോൾ അമ്മ അവിടെ നിന്ന് മോര് കറിയും പിന്നെ
എരിശ്ശേരിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ സുർക്കമുളകൊക്കെ കൂട്ടി നല്ല രസമുള്ള ലഞ്ചായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത് ഇന്ന്. പിന്നെ ഞാൻ കുറച്ച് നേരം ചെറിയ ആളുടെ കൂടെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും അപ്പുവേട്ടൻ അംഗനവാടി വിട്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പൂനാണെന്നുണ്ടെങ്കിൽ അച്ഛനൊരു പണി കൊടുത്തേക്കാണ് ചെടി നനയ്ക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട്. പക്ഷേ ആൾ ചെടിയെല്ലാം ശരിക്കും നനയ്ക്കണം, അവിടുത്തെ പുല്ലൊക്കെയാണ്, അല്ലെങ്കിലേ പുല്ല് താഴ്ചയുള്ളിലാണ്. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ടും കൂടി നനയ്ക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ ഫ്രീ ആയി നോക്കുമ്പോൾ അവിടെ പന്ത് തട്ടിയിട്ടുള്ള കളിയാണ്. അവനിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കാൻ ആരെയെങ്കിലും ഏത് നേരത്തും കിട്ടണം. അപ്പോൾ ഏട്ടനാണ് അന്നത്തെ ഏട്ടമൃഗമായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കളി കഴിഞ്ഞ് നോക്കുമ്പോൾ ഏട്ടൻ നൈസായിട്ട് മുങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛമ്മയും അമ്മമ്മയും കുട്ടിയും കൂടിയിട്ടായി കളി. അവനെന്തായാലും കളിക്കാൻ എപ്പോഴും ആൾക്കാരെ കിട്ടും, വലിയവരാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. എനിക്കിപ്പോഴാണെങ്കിൽ കളിക്കാൻ ഇറങ്ങാനും പറ്റില്ലല്ലോ. പിന്നെ വൈകുന്നേരം ആയി നോക്കുമ്പോൾ അവനെ ഞാൻ മേലെ വെച്ച് കൊടുത്തിട്ട് അവനെ കുപ്പായി ഇടിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഓരോ ലൈറ്റൊക്കെ എടുത്തിട്ട് കണ്ണിലേക്കൊക്കെ അടിച്ചിട്ട് എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ആൾക്ക് ഇങ്ങനത്തെ ഓരോ രസങ്ങളാണ്. അവിടെ മോണാക്റ്റും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണ് കണ്ടു കഴിഞ്ഞ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഞാനതിന് ഓരോ കളിക്കും കാര്യങ്ങൾക്കൊക്കെ നിൽക്കണുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ആളുടെ മോണാക്റ്റും ഡയലോഗ് കളികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ തുണി മടക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ പെറുക്കി കൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മറന്നിട്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നേരെ ഞാനത് മടക്കാനും കാര്യങ്ങൾക്കൊക്കെ നിന്നു. അപ്പോൾ ആളവിടെയാണെന്നുണ്ടെങ്കിൽ ബെഡ്ഷീറ്റിൻ്റെ മുകളിലേക്ക് തുള്ളുക, അവന് വേണ്ടിയിട്ട് അവിടെ ഒരു ബെഡൊക്കെ സെറ്റാക്കി ഇടാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ കിടന്ന് ചാടി മറിയലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നേരെ ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള കളികളായി. ഇങ്ങനത്തെ ഓരോ അങ്കക്കെട്ടാണ് ഈ ചെക്കൻ്റെ കയ്യിലുള്ളത്. പക്ഷേ നേരം പോകാൻ നല്ല രസമാണ് കേട്ടോ. അപ്പം അങ്ങനെ അവൻ അതിൻ്റെ അടിയിൽ കിടന്നിട്ട് എന്തൊക്കെയോ കുറേ ഡയലോഗുകൾ അടിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കണമെന്ന് മൂപ്പര് കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ഞാനത് കഴിഞ്ഞ് നോക്കുമ്പോൾ നേരെ വീഡിയോ എടുക്കുന്നത് പിന്നെ ആശാൻ കണ്ടു. അപ്പോൾ ആളാകെ ചമ്മി നാറിയിട്ടൊക്കെയാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അതിൻ്റെ അടിയിൽ ഇരിക്കുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്, അങ്ങനെയൊക്കെ. അത് കഴിഞ്ഞ് രാത്രിക്ക് ഇന്ന് അച്ഛനും മോനും മാഗി മതി എന്ന് പറഞ്ഞു നോക്കുമ്പോൾ ഞാൻ മാഗി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. എല്ലാ ദിവസമൊന്നും ഇങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ഇടയ്ക്കൊക്കെ അങ്ങനെ പറയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്ന് മാത്രം. അപ്പോൾ ഞാൻ നേരെ മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ.